ജമായത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സൗഹൃദ സദസ്സിൻ്റെ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീമതി സാജിദ PTP, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിച്ച സംഘടനയുടെ ബഹുമാനിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി റെജീന ബീഗം, പ്രാർത്ഥന ചൊല്ലിയ ജില്ലാ സമിതി അംഗം ശ്രീമതി ഷാഹിദ സക്കീർ, വേദിയിലിരിക്കുന്ന സംസ്ഥാന സമിതി അംഗം, വിഷയാവതരണം നടത്തുന്ന ശ്രീമതി CV ജമീല, പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ട അതിഥികളായിട്ടുള്ള റിട്ടയർഡ് DMO പാലക്കാട് ഡോക്ടർ ബാലാമണി അവർ, സൈക്കോളജിസ്റ്റും കൗൺസിലറുമായിട്ടുള്ള ശ്രീമതി ദീപ ജയപ്രകാശ്, കൗൺസിലറും സോഷ്യൽ വർക്കറുമായിട്ടുള്ള ശ്രീമതി ജിസ ജോമോൻ, സൈക്കോളജി കൗൺസിലറും കരിയർ ഗൈഡൻസ് നൽകുന്ന ശ്രീമതി സൽമ ബഷീർ, ബഹുമാനിയായിട്ടുള്ള സെക്രട്ടറി ശ്രീമതി അഫീദ അഹമ്മദ്, അതുപോലെ തന്നെ ശ്രീമതി റുക്സാന, ശ്രീമതി ഫാസില, അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള സംഘടനയുടെ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള നേതൃത്വ നിരയിലിരിക്കുന്ന എല്ലാ വനിതാ രത്നങ്ങൾക്കും, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വനിതകൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും വളരെ വിശദമായിട്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗമം ഇവിടെ നടത്തുന്നത് എന്നുള്ളത് സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കൂട്ടായ്മകൾ ഒരിടത്തും നടക്കരുത്. ജാതിക്കും മതത്തിനും സമ്പത്തിനും അപ്പുറത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന വികാരം മുന്നിൽ വെച്ച് ഇത്തരം കൂട്ടായ്മകൾ നടത്തരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം, കാരണം സമൂഹം വിഭജിച്ച് നിന്നാലേ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സമൂഹത്തിലും ഈ രാജ്യത്തിലും നടക്കൂ എന്ന് ചിന്തിക്കുന്ന ചില ഛിദ്രശക്തികൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സൗഹൃദ സംഗമം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രാചീന ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് വേദങ്ങളൊക്കെ രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ അന്ന് ജാതിയോ മതമോ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കിയിരുന്നില്ല. കാരണം അന്ന് ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവർക്കൊരു ഇന്ന ജാതി എന്ന് പതിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. മറിച്ച് ഒരാൾ എന്ത് തൊഴിൽ ചെയ്യുന്നു ആ തൊഴിലിനായിരുന്നു ജാതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന തൊഴിൽ 2 ദിവസം കഴിഞ്ഞ് ഈ തൊഴിൽ നമുക്ക് മടുത്ത് 3-ാമത്തെ ദിവസം നമ്മൾ മറ്റൊരു തൊഴിലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ തൊഴിലിൻ്റെ ജാതി ആയിരിക്കും 3-ാമത്തെ ദിവസം മുതൽ നമ്മുടെ ജാതി. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ജാതികളിലും വ്യത്യസ്ത വർഗങ്ങളിലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ജാതീയ വ്യവസ്ഥിതി, അതിൻ്റെ ഏറ്റവും കൊടിയ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അത് കേരളത്തിലും വലിയ തോതിൽ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെയാണ് ഇവിടെ സന്ദർശിച്ച ആളുകളൊക്കെ ഇവിടെ അതിൻ്റെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ കണ്ടറിഞ്ഞ് അവരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ അത് എഴുതുകയും സമൂഹത്തിലെമ്പാടും അതിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വരികയും ചെയ്ത സാഹചര്യമുണ്ടായത്. ഇന്ന് നമുക്കറിയാം, ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് തന്നെ പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ നേർസാക്ഷ്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സമകാലീന ജീവിതത്തിൽ നമുക്ക് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ആ കാര്യങ്ങളിൽ എല്ലാം നമുക്ക് അതത് സമയങ്ങളിൽ നമുക്ക് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, കുടുംബത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും അത്തരം നല്ല വർത്തമാനങ്ങളോട്, നല്ല ആശയങ്ങളോട്, നല്ല സന്ദേശങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി പണ്ടുതൊട്ടേ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതും നമുക്ക് വേദന സമ്മാനിക്കുന്നതും നമ്മൾ ആശയക്കുഴപ്പത്തിലാകുന്നതുമായ ഒട്ടനവധി വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സമൂഹം ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നബി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സഹജീവികളെ സ്നേഹിക്കാനാണ്.
അത് ജാതിയും മതവും നോക്കി ആരെങ്കിലും സ്നേഹിക്കാനല്ല പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇന്ന ജാതിയാണോ, അല്ലെങ്കിൽ ആണാണോ, പെണ്ണാണോ, കുട്ടിയാണോ, വയസ്സായ ആളാണോ, അവർ ഏത് വിഭാഗത്തിൽ പെടുന്നു, അവർക്ക് എത്ര ധനമുണ്ട്, അവരുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അത് നോക്കി പരസ്പരം സ്നേഹിക്കണം എന്ന് പ്രവാചക വചനങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സഹജീവികളെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹജീവികളായി ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. മറ്റുള്ളവരോട് ദയ കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദയ അർഹിക്കുന്ന, ദയ എന്ന് പറഞ്ഞാൽ കാരുണ്യവും സ്നേഹവും ഒക്കെ കലർന്നൊരു വികാരം തന്നെയാണ്. അതാരെങ്കിലും നമ്മളിൽ നിന്ന് അർഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് ചെയ്യാൻ കഴിയുന്ന സ്ഥാനത്ത് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രം സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഗണിക്കണം എന്ന് ഒരിക്കലും നബി വചനത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാനും നമ്മുടെ ശരീരം പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാനും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും അന്തസ്സോടെ അഭിമാനത്തോടെ കാഴ്ചവെക്കാനുമാണ് അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ചുരുക്കം ചില ആളുകൾക്കെങ്കിലും അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളീയ സമൂഹത്തിൽ തന്നെ നോക്കാം, നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം നബിവചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം എവിടെ പരിപാടിക്ക് പോയാലും ഞാൻ പറയുന്നതാണ്. നബിവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണത്തിനെ, രക്തം കിനിയുന്ന മാംസകഷ്ണത്തിനെ നമ്മൾ ഹൃദയം എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ആ ഹൃദയം ദുഷിച്ചാൽ എല്ലാം ദുഷിക്കും, ആ വ്യക്തി ദുഷിക്കും, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ദുഷിക്കും. ആ ഹൃദയം നന്നായാൽ എല്ലാം നന്നാവും എന്നാണ്. അതിനപ്പുറത്ത് നബിയുടെ ഏത് വചനമാണ് നമ്മൾ എടുത്ത് ഇവിടെ പ്രതിപാദിക്കേണ്ടത്? കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രത്യാശകൾ, അത് നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മളിൽ നിന്ന് വരുന്ന എല്ലാം നല്ലതായിരിക്കും. നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കും, മറ്റുള്ളവരോട് പെരുമാറ്റം നല്ലതായിരിക്കും, നമ്മുടെ ഇടപെടലുകൾ നല്ലതായിരിക്കും. നമ്മൾ എത്ര ഉന്നതിയിൽ വന്നാലും, എത്ര താഴെ തട്ടിലേക്ക് നമുക്ക് പോകേണ്ടി വന്നാലും നമ്മുടെ മനസ്സിനൊരു നിരാശയോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തേക്ക് വരുമ്പോൾ അഹംഭാവമോ അതൊന്നും നമുക്കുണ്ടാവില്ല. കാരണം എന്തായിരിക്കണം? നബി പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം ഏറ്റവും മനോഹരമായിരിക്കണം. നമ്മുടെ ഹൃദയം ഒരിക്കലും ദുഷിക്കാൻ പാടില്ല. ദുഷിച്ചാൽ നമ്മളിൽ നിന്ന് വരുന്നത്, നമ്മൾ അടുത്ത് വരുന്നത് പോലും മറ്റുള്ളവർ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം നമ്മുടെ വാക്കുകൾ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല, നമ്മുടെ നോട്ടം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമ്മുടെ പെരുമാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബിവചനത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം ദുഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ദുഷിക്കാതെ ഏറ്റവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ നബിവചനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, നമ്മുടെ ഉത്തരവാദിത്വവും. അപ്പോൾ അത് കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കുറേ ആളുകൾക്ക് അത് അതുപോലെ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ശൈഥില്യങ്ങൾ വരുന്നു, വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നു. നേരത്തെ ഇവിടെ അധ്യക്ഷയും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിന് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ശൈഥില്യങ്ങൾ, പല കുടുംബ ഛിദ്രങ്ങൾ, പല വ്യക്തികളുടെ കണ്ണീര്, പല സമൂഹത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ, ഇതൊക്കെ ചിലരുടെയെങ്കിലും ഹൃദയം ദുഷിച്ചു പോകുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭരണകർത്താക്കളെ തന്നെ നോക്കാം. നമ്മുടെ ഭരണകർത്താക്കളെ നോക്കിയാൽ നമ്മളിങ്ങനെ എല്ലാവരും ജാതിക്കും മതത്തിനും അപ്പുറത്ത് നബിവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു സൗഹൃദ ഒരു സംഗമം സംഘടിപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളെല്ലാവരും ജാതിക്കും മതത്തിനും നമ്മുടെ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് നമ്മളെല്ലാവരും ഒരു ഐക്യ മനസ്സോടുകൂടി, ഒറ്റ മനസ്സോടുകൂടി, ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ അവർക്ക് എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ധാരണ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഐക്യങ്ങളൊന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകരുത്. കാരണം ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് മതേതരത്വം എന്ന വാക്കാണ്. പക്ഷേ ഭരണകർത്താക്കൾ ചിന്തിക്കുന്നത് എപ്പോഴാണ് ഈ ഭരണഘടനയിൽ നിന്ന് ഈ ഒരു വാക്ക് എടുത്ത് കളയുക, അവിടെ മറ്റു വാക്കുകൾ എഴുതി ചേർക്കുക എന്ന് വലിയ തോതിലുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ലെങ്കിലും എന്നെ കേൾക്കുന്ന, ചിന്തിക്കാൻ
കഴിവുള്ള, ജനാധിപത്യം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ അറിയാം ആരൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുന്നത്, ആരൊക്കെയാണ് അങ്ങനെ ചിന്തിക്കാത്തത് എന്നുള്ളത് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ, നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്ന ഈ വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ, നമ്മുടെ ഭരണഘടന പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിച്ച അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും ഒക്കെ എത്രമാത്രം വലിയ തീവ്ര പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അവിടെ എഴുതി ചേർത്തത് എന്നുള്ളത് നമുക്കറിയാം. പണ്ട് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ ഒരു വാക്ക് പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, ഈ ഭരണഘടനാ സമിതിയിൽ വലിയ ഉന്നത വർഗ്ഗക്കാർ മാത്രമല്ലേ ഉള്ളൂ, ഇതിൽ പാവപ്പെട്ട ആളുകൾ എവിടെ, വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളല്ലേ ഈ ഒരു സമിതിയിലുള്ളത്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വലിയ വലിയ ഉന്നതരായിട്ടുള്ള ആളുകളല്ലേ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത് വിഷം ചീറ്റുന്ന വാക്കുകളോ വിദ്വേഷം ചീറ്റുന്ന വാക്കുകളോ അല്ല പരസ്പരം പറഞ്ഞത്. അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു രാജ്യത്തെമ്പാടും, ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്കും ഈ ഭരണഘടനയിൽ എന്തെങ്കിലും നിർദ്ദേശം വെക്കാനുണ്ടെങ്കിൽ അത് ഇത്ര സമയത്തിനുള്ളിൽ നിർദ്ദേശിക്കണം, അത് ഭരണഘടനയിൽ അത് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതായിരുന്നു നെഹ്റു അതിന് പകരം പറഞ്ഞ മറുപടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്തെ മതേതരത്തിന് കോട്ടം പറ്റാത്ത ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു നിർത്താൻ പര്യാപ്തമായ ആശയങ്ങളാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ അന്നത്തെ ഈ ഭരണഘടനയുടെ ഇതിന് നേതൃത്വം കൊടുത്ത ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ അടക്കമുള്ള ആളുകളുടെ ആ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം അത് തീർത്തും അർത്ഥമില്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പോയി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരണഘടന എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പാഴ്സിയെന്നോ പഞ്ചാബി എന്നോ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും തുല്യത പരിഗണിക്കാം, നമ്മളെല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കുന്ന ഒരു ഭരണഘടന അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനുണ്ടായത്. പക്ഷേ ഇന്ന് ചില ആളുകൾ വിചാരിക്കുന്നു ഇവിടെ ആ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സമത്വം ആർക്കും കൊടുക്കേണ്ട, അവരുടെ പരിഗണനയിൽ മുസ്ലിങ്ങളില്ല, ദളിത് വിഭാഗങ്ങളില്ല, ക്രിസ്തീയ വിഭാഗങ്ങളില്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളൊന്നും അവരുടെ ചിന്തയിലില്ല. അവരുടെ മനസ്സിലുള്ളത് ഉന്നതരായിട്ടുള്ള വരേണ്യ വർഗത്തിൽപ്പെട്ട ചെറിയ ശതമാനം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് അത്തരം ഒരു ആശയമുള്ള ഭരണകർത്താക്കൾ രാജ്യത്ത് ഭരിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ എത്ര വലിയ അപകടത്തിലേക്കാണ് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഈ പറയുന്ന ഭരണകർത്താക്കൾ വിചാരിക്കുന്ന ഈ രാജ്യത്തെ ഹിന്ദുക്കളൊക്കെ അത് അംഗീകരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. അത് തെറ്റായ ധാരണയാണ്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ഇവിടെ മതേതരത്വം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അല്ലാതെ ആ ശശികല ടീച്ചർ പ്രസംഗിക്കുന്ന പോലെ വിഷം തുപ്പുന്ന വാക്കുകൾ പറയുന്നത് പോലെ എല്ലാവരും പരസ്പരം ഭിന്നിച്ചു പോകണം, ഇവിടെ ഞങ്ങൾ മാത്രമേ പാടുള്ളൂ, മറ്റാരും പാടില്ല, ഞങ്ങളുടെ മുഖം മാത്രം മതി, മറ്റാരും മുന്നിലേക്ക് വരരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല ഈ രാജ്യത്തെ ഹിന്ദുക്കളും മറ്റു മതവിഭാഗക്കാരും. നമ്മൾ സമാധാനം വേണം, നമുക്ക് സന്തോഷം വേണം, നമുക്ക് പരസ്പരം സ്നേഹം വേണം, പരസ്പരം നമുക്ക് ബഹുമാനം വേണം, ജാതിക്കും മതത്തിനും അപ്പുറത്ത് നമുക്ക് കൂട്ടായ്മയും സൗഹൃദവും ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗം തന്നെയാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് എത്രയോ വലിയ തോതിൽ പ്രകോപനം ഉണ്ടാകുന്ന എത്രയോ അവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭരണകർത്താക്കൾ ഉണ്ടാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ എത്രമാത്രം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ പ്രകോപനം ഉണ്ടായി നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോയിരുന്നെങ്കിൽ അന്ന് നമ്മുടെ രാജ്യത്ത് എത്ര വലിയ വിപത്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് എത്ര സഹിഷ്ണുതയോട് കൂടിയിട്ടാണ്, എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് സമുദായം ഇടപെട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ പരിണിത പ്രജ്ഞതയോടുകൂടി പ്രവർത്തിക്കുകയും ആ വിഷയത്തെ തീർത്തും വലിയ വിവേകത്തോടു കൂടി ആ വിഷയത്തെ ഉൾക്കൊള്ളുകയും ഞാൻ അടക്കമുള്ള ആളുകൾ അതിനെതിരെയുള്ള സമരത്തിൽ നിരന്തരം പങ്കെടുത്തിട്ട ആളുകളാണ്. കാരണം നമ്മൾ പറഞ്ഞത് ഈ രാജ്യത്ത് എല്ലാവരും തുല്യരാണ്, ഇവിടെ ഏതെങ്കിലും ഒരു ജാതി നോക്കി ഒരു മതം നോക്കി അല്ലെങ്കിൽ ഇന്ന മതത്തിലുള്ള ആളുകൾക്ക് പൗരത്വം വേണ്ട അല്ലെങ്കിൽ പൗരത്വം അനുവദിക്കാൻ പറ്റില്ല, അവരെ പൗരത്വത്തിൽ പുറത്താക്കണം എന്ന് ചിന്തിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. പക്ഷെ അത്തരത്തിൽ വരെ ചിന്തിച്ച ഭരണകർത്താക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർ ഇപ്പോഴും ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് അധിക ദിവസത്തേക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം
ഇതിനേക്കാൾ എത്രയോ വലിയ ഭരണാധികാരികൾ പല പല രാജ്യങ്ങളിൽ, നമ്മൾ ലോകരാഷ്ട്രത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇതിനേക്കാളും എത്രയോ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ച ഭരണകർത്താക്കൾ സിംഹാസനങ്ങളിൽ നിന്ന് ഒന്നുമല്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം ലോക രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ഇഷ്ടംപോലെ നമുക്ക് എടുത്തു കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികാരം കയ്യിലുള്ളപ്പോൾ എന്തും ചെയ്യാം, കാരണം നമുക്ക് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളെ വേണമെങ്കിൽ അവഗണിക്കാം, ക്രിസ്ത്യാനികളെ അവഗണിക്കാം, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, ഇല്ലാത്ത കാരണം പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കാം, അതുപോലെ മറ്റ് നേതാക്കൾക്കെതിരെ കേസെടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഭരണകൂടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് വളരെ നൈമിഷികമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യവും നമ്മുടെ സമൂഹത്തിൽ തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. കാരണം പ്രകൃതി ഒരു പരിധി വരെ മാത്രമേ നമ്മുടെ അഹംഭാവവും നമ്മുടെ അഹങ്കാരവും താങ്ങുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഒരു പരിധി വിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതിനെ തരണം ചെയ്യാൻ പ്രകൃതിക്ക് തന്നെ ഒരു നിയമമുണ്ട്. ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നോ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നോ അല്ലെങ്കിൽ നമ്മളൊരു മുഖ്യമന്ത്രിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഉന്നതനായിട്ടുള്ള നേതാവാണെന്നോ എന്നൊന്നുമില്ല. പ്രകൃതിയുടെ നിയമത്തിന് ഞാനും നിങ്ങളും എല്ലാവരും വിധേയരാണ് എന്നുള്ളതാണ് വസ്തുത. അത് നബിവചനം നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ പ്രകൃതിയെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ, നമ്മുടെ സഹജീവികളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ, വിശക്കുന്നവന് അന്നം കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് കൊടുക്കാതെ കണ്ടിട്ടും കാണാതെ പോയാൽ, നമ്മളെ കൊണ്ട് ഒരാൾക്ക് സഹായം ചെയ്യാൻ കഴിയും, പക്ഷെ നമുക്കത് ചെയ്യാൻ സമയമില്ല, നമുക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്യാനാണ് കിടക്കുന്നത് എന്ന് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ആ ആളുടെ കണ്ണീര് കാണാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രവാചകൻ നമ്മളെ പല ഘട്ടങ്ങളിലായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതറിയാതെയാണ്, ഈ കളി അറിയാതെയാണ് ചില ആളുകൾ ആട്ടം കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ടൊരു ഉന്നതനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ, പണ്ട് കാലത്ത്, ഇപ്പം കഥകളി ആരും അങ്ങനെ വീട്ടിലും തറവാടുകളിലും ഒന്നും വെച്ച് കാണാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില തറവാടുകളിലൊക്കെ ഉണ്ടാവാം. എന്തായിരുന്നാലും പണ്ട് ഇത് വ്യാപകമായിരുന്നു. അപ്പോൾ ഉന്നതനായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് ബുദ്ധി വളർച്ച വളരെ കുറവാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭയങ്കര പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ കഥകളി മനസ്സിലാക്കണമെങ്കിൽ ഈ മുദ്രകളൊക്കെ കാണിക്കുമ്പോൾ അത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കാനൊക്കെ ഒരു നൂല് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്ത് ഭാര്യ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ സിഗ്നൽ കൊടുക്കുകയാണ്. ഇന്ന സിഗ്നൽ കൊടുത്താൽ ഇങ്ങനെ പെരുമാറണം, ഇന്ന സിഗ്നൽ കൊടുത്താൽ സന്തോഷമാണെങ്കിൽ അതിന് ഇന്നതായിരിക്കണം റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഈ അടയാളങ്ങളൊക്കെ കാണിച്ച് കളി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ വിചാരിച്ചു, ഇദ്ദേഹത്തിന് ഭയങ്കര പാണ്ഡിത്യമാണല്ലോ, നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം അത് കൃത്യമായിട്ട് ആസ്വദിക്കുന്നു. പക്ഷെ അദ്ദേഹമല്ല ആസ്വദിക്കുന്നത്, ഭാര്യയാണ് ആസ്വദിക്കുന്നത്. കൃത്യമായിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ നൂലിൻ്റെ ഇത് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നീട് നടന്ന കളിയിൽ എന്തായിരിക്കും, അതിനെയാണ് ഈ കളി അറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പിന്നീട് നടന്നൊന്നും അദ്ദേഹത്തിനൊന്നും സത്യത്തിന് അറിയില്ല, ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. കാരണം അവിടെ വെച്ച് പൊട്ടിപ്പോയ ചരട് വീണ്ടും കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്ത ആളുകളുണ്ട്. അപ്പം ഇതാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെയും അവസ്ഥ. പല ആളുകളും കളി അറിയാതെ ആട്ടം കാണുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ കുറേ ആളുകൾ കളിയറിയാതെ ആട്ടം കാണുകയും കുറേ ആളുകൾ കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഊന്നിക്കൊണ്ട്, അത് ഇപ്പോൾ നമുക്ക് 24 മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ജോലിക്ക് പോകണം, വീട്ടിൽ കുട്ടിക്കൊരു അസുഖം ഉണ്ടായാൽ അവരെ ചികിത്സയ്ക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകണം, കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ കയ്യിൽ പൈസ വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജോലിക്ക് പോകണം, നമുക്ക് വരുമാനം ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിനെ നിർമ്മലമായിട്ട് വെക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. കാരണം ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആളുകൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള മാലിന്യം തൊട്ടപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ നമ്മൾ പരിശുദ്ധരായി എന്നുള്ളതാണ് ചിലർ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധരാണ്, കാരണം നമ്മുടെ വീട്ടിൽ മാലിന്യങ്ങളില്ല, നമ്മുടെ മാലിന്യം നമ്മൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു, അപ്പം നമ്മൾ വളരെ ക്ലീനായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വലിച്ചെറിഞ്ഞ ആ മാലിന്യം അപ്പോഴും അവിടെ കിടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം മറ്റുള്ളവർ വലിച്ചെറിയുന്ന മാലിന്യം നമ്മുടെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടുന്ന സാഹചര്യം, നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന മാലിന്യമാണെങ്കിലും അത് അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ശരീരവും മനസ്സും പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പരിശുദ്ധമായിട്ട് മറ്റൊരാൾക്ക് നമ്മളെ അശുദ്ധി വരുത്താനായിട്ട് സാധിക്കില്ല.
ഇപ്പം നമുക്കറിയാം പല സ്ഥലങ്ങളിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാറുണ്ട്, വിവാഹ ജീവിതത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാറുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവരോടൊരു വാക്ക്, തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ഒരു സാഹചര്യമില്ലാത്ത നൂറുകണക്കിന് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിയമപരമായിട്ട് സഹായം കിട്ടാത്ത ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം പകരാൻ നമ്മുടെ മനസ്സും ശരീരവും, അത് നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ, നമ്മുടെ മുന്നിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലും അതിന് നമ്മുടെ ജാതിയോ മതമോ നമ്മുടെ സമ്പത്തോ നമുക്ക് കാരണമാക്കേണ്ടതില്ല. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ നമുക്കുള്ള ആത്മവിശ്വാസം എന്നുള്ളത് നമ്മൾ യാതൊരു തെറ്റും അറിഞ്ഞ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അറിയാതെ സംഭവിക്കുന്ന പിഴവുകൾ അല്ലെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന അപകടങ്ങൾ അത് നമ്മുടെ കുറ്റമല്ല. ഇപ്പം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, നമ്മൾ കേൾക്കാറുണ്ട്. വലിയ തോതിൽ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അവരറിയാതെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിർഭയ കേസ് വന്നപ്പോൾ നമ്മൾ എത്രമാത്രം അത് സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടായി. പക്ഷേ അത് ആ സ്ത്രീ മനഃപൂർവ്വം വരുത്തി വെച്ചതല്ല. അവർ ഒരു യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ നേരം ഇരുട്ടി, വന്ന ബസ്സിൽ കയറി എന്നുള്ളത് മാത്രമേ ചെയ്തുള്ളൂ. അല്ലാണ്ട് അവർ പ്രത്യേകമായിട്ടുള്ള കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു, അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കുട്ടി ഒറ്റയ്ക്കാണ്, ഒരു സുഹൃത്തിൻ്റെ ഒപ്പമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റേതെങ്കിലും പുരുഷന്മാർക്ക് അവളെ ആക്രമിക്കാനുള്ള ലൈസൻസ് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ആർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ മാത്രമാണ്, മറ്റൊരാളുടെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് മാലിന്യങ്ങൾ കൂട്ടാതിരിക്കാനും മറ്റുള്ളവർക്ക് നന്മ പകരാനും ഏറ്റവും കൂടുതൽ എനർജി, പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പകരാനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അങ്ങനെ തന്നെ ഈ സമൂഹത്തിൽ പല ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. കാരണം ജീവിതത്തിൽ എപ്പോഴും ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും ഈ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനെ തന്നെ നിങ്ങൾക്ക് തരാം എന്ന് ഏതെങ്കിലും ദൈവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതഗ്രന്ഥമോ നമുക്ക് വാഗ്ദാനം തന്നിട്ടില്ല. അതുപോലെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും സുഖം മാത്രമേ ഉള്ളൂ, ദുഃഖം നിങ്ങൾക്കില്ല എന്ന് ഏതെങ്കിലും ദൈവം നമ്മളോട് വാഗ്ദാനം തന്നിട്ടുണ്ടോ? ഇല്ല. കാരണം സുഖവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ സമ്മിശ്രമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സുഖത്തിൽ അമിതമായിട്ട് സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ കടുത്ത നിരാശയിലേക്കും പോകുന്നത് ഒരു മനുഷ്യന് ഭൂഷണമല്ല. കാരണം സുഖത്തെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ സ്വാഗതം ചെയ്തത് അതേ ആർജവത്തോടു കൂടി ദുഃഖത്തെയും സ്വാഗതം ചെയ്യാനായിട്ട് കഴിയണം. കാരണം അത് മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും 100% സന്തോഷമുള്ളവരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളോട് തുറന്നു പറയാൻ കഴിയാത്ത, ഒരിക്കലും സ്വന്തം അമ്മയോട് പോലും അല്ലെങ്കിൽ മക്കളോട് പോലും പറയാൻ കഴിയാത്ത വൈഷമ്യങ്ങളുള്ള സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ, അങ്ങനെ മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം. കാരണം നമ്മളോട് തന്നെ സംസാരിക്കും ആ സാഹചര്യം നമുക്കെങ്ങനെ ഒഴിവാക്കാം, ഈ വേദന ഒഴിവാക്കാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കെന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? അതോ ഞാൻ മറ്റുള്ളവരുടെ സഹായം തേടണോ? മറ്റുള്ളവരുടെ സഹായം തേടിയാൽ നാളെ എനിക്കത് എന്തെങ്കിലും പ്രശ്നമാകുമോ? അങ്ങനെയൊക്കെയുള്ള ആശങ്കയാണ് പലപ്പോഴും നമുക്കുള്ളത്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊന്നും ചില്ലറക്കാരികളല്ല. ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഇവരൊക്കെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ പാവങ്ങളാണ് എന്ന് കരുതണ്ട. വളരെ ശക്തമായിട്ട് ഇടപെടാൻ കഴിവുള്ള ആളുകളാണ് ഈ സ്റ്റേജിലിരിക്കുന്നതും ഈ സദസ്സിലിരിക്കുന്ന. എൻ്റെ സുഹൃത്ത് രഹനയുണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഈ സംഘടനയുടെ നേതൃത്വ പദവിയിൽ ഇരിക്കുന്ന എല്ലാ ആളുകളുമുണ്ട്. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് ഇവരുടെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒരു രീതി. ഇതിൽ സംഘടനയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പുരുഷ വിഭാഗത്തിലെ ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെ ആര് നമ്മളെ ഉന്തിയാലും അവിടെ പോയി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കഴിവ് വേണം എന്നുള്ളതാണ്. അവർക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലും അവരൊരു സംഘടന എന്നുള്ള നിലയിൽ അതിനെ വളരെ കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കും കുടുംബമുണ്ട്, അവർക്കും കുട്ടികളുണ്ട്, അവർക്കും മറ്റ് നമ്മളെപ്പോലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അത് നിൽക്കുമ്പോഴാണ് അവർ സംഘടനാ പ്രവർത്തനത്തിനും നേതൃത്വം അതിന് വേണ്ടിയിട്ടുള്ള സമയം അവരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മികച്ച മാതൃകയാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ എത്ര മികച്ച മാതൃകകൾ
നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ അമ്മ മികച്ച മാതൃകയല്ലേ, നമ്മുടെ അച്ഛനും മികച്ച മാതൃകയല്ലേ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് മികച്ച മാതൃകയല്ലേ. അതുപോലെ നമ്മുടെ അയൽപക്കത്തും നമ്മൾ പഠിച്ച സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് മുന്നോട്ട് വെക്കാൻ എത്ര മികച്ച മാതൃകകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ പരസ്പരം ആളുകളെ ഭിന്നിപ്പിച്ച് ഓരോ ആളുകളെയും ഓരോരോ കോണുകളിൽ കൊണ്ടുവച്ച് നമ്മൾ നടുക്ക് കയറി നിന്ന് എല്ലാവരും നമ്മളുടെ ഒപ്പമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഭരണകൂടം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒരു കൂട്ടരെ, പണ്ട് ബ്രിട്ടീഷുകാരും അത് തന്നെയാണ് ചെയ്തത്. ഇടയ്ക്ക് ഒരു വിഭാഗത്തിലെ ആളുകളെ വിളിക്കും, അവരോട് അവർക്ക് ചായ സൽക്കാരം നടത്തി അവരോട് നല്ല വാക്കൊക്കെ സംസാരിക്കും. എന്നിട്ട് രണ്ടാമത്തെ വിഭാഗത്തിനെ വിളിക്കുമ്പോൾ ആദ്യം വിളിച്ച ആളുകളെ കുറിച്ച് കുറ്റം രണ്ടാമത്തെ വിഭാഗത്തിനോട് പറയും. അങ്ങനെയല്ല ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയം അവർ നടപ്പിലാക്കിയത്. അത് 1-2 വർഷമാണോ ഭരിച്ചത്? 100 കണക്കിന് വർഷങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിൽ നമ്മുടെ രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഇങ്ങനെയാണ്, ഓരോ ആളുകളെ ഓരോ വിഭാഗത്തെ ഓരോ കോണുകളിൽ കൊണ്ടുപോയി നിർത്തി എല്ലാറ്റിൻ്റെയും നടുക്ക് അവർ കയറി നിന്ന് അവരാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ നിന്ന് എല്ലാവർക്കും ഇവരെ വേണം, പക്ഷേ മറ്റുള്ള ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് പരസ്പരം വേണ്ട എന്നുള്ള നയമാണ് രാജ്യത്ത് നടപ്പിലാക്കിയത്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് അത് തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ വിഭാഗത്തെയും പരസ്പരം ഭിന്നിപ്പിച്ച് തങ്ങൾ നടുക്ക് കയറി നിന്ന് ഇതിൻ്റെ എല്ലാം രക്ഷാധികാരി ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. വർഗീയത പറയുന്നുണ്ട്. ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഇതേ ഭരണകൂടം നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന ഭാഷ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഇതേ ഭരണകർത്താക്കൾ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അതുപോലെ പൗരത്വ ഭേദഗതി ബിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ഇതേ ഭരണകൂടം ശ്രമിച്ചില്ലേ? എവിടെയൊക്കെ ഒരു മുസ്ലിം പള്ളിയുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ അമ്പലമുണ്ട്, അതുകൊണ്ട് ഈ പള്ളി പൊളിച്ച് അവിടെ അമ്പലം തന്നെ പണിയണം എന്ന് ചില ഭരണകൂടങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സമൂഹത്തിൽ അന്തഛിദ്രമുണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെടുത്തി ഇവിടെ വലിയ സംഘർഷമുണ്ടാക്കി തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ പുറത്തേക്ക് വരാതെ, തങ്ങൾ ചെയ്യുന്ന അഴിമതിയാണെങ്കിലും മറ്റ് ക്രമക്കേടുകളാണെങ്കിലും ഇതൊന്നും പുറത്തു വരാതെ ആളുകളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിവുള്ള വിഷയങ്ങൾ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അതിലൂടെ നേട്ടമുണ്ടാക്കാം എന്ന് കരുതുന്ന ഭരണകർത്താക്കൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർ അതിൽ നിന്ന് മാറി ചിന്തിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ ചിന്തകൾക്കും അതുപോലെ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് നമ്മുടെ ഇടയിൽ ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് നാളേക്കുള്ള നമ്മുടെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഇന്ന് പ്രവാചകന്റെ പേരിൽ ജമായത്ത് ഇസ്ലാമിയുടെ വനിതാ സംഘടന ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ജമായത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗം എല്ലാ സമയത്തും വിളിച്ച പരിപാടിക്ക് എനിക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇനിയും വിളിച്ചാൽ തീർച്ചയായിട്ടും വരും. കാരണം നമുക്കത് സന്തോഷമാണ്. കാരണം നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഇന്നൊരു ശനിയാഴ്ചയാണ്, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പല തിരക്കുകളുമുണ്ട്. പക്ഷേ ഈ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ സൗഹൃദം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല. കാരണം നാളെ ഒരു തെരഞ്ഞെടുപ്പില്ല, മറ്റന്നെയും ഒരു തെരഞ്ഞെടുപ്പില്ല, ഇനി കുറേ കഴിയും. ഇതൊരു രാഷ്ട്രീയ ലാക്കിന് വേണ്ടിയിട്ടുള്ളതുമല്ല, ഇതൊരു സ്ഥായി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സൗഹൃദത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ആ നേതൃത്വപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന എല്ലാ നേതാക്കന്മാരെയും അഭിനന്ദിക്കാൻ, തുറന്ന മനസ്സോടെ അഭിനന്ദിക്കാൻ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ മികച്ച അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. കാരണം എല്ലാ കാലഘട്ടത്തിലും അവർക്ക് പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പോലും വളരെ മികവോടുകൂടി വളരെ പക്വതയോടുകൂടി അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വ പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ, വനിതാ വിഭാഗത്തിൻ്റെ പ്രത്യേകിച്ചും. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ സന്ദേശമാണ്. ഒത്തൊരുമയുടെ സന്ദേശമാണ്, ഐക്യത്തിൻ്റെ സന്ദേശമാണ്, സ്നേഹത്തിൻ്റെയാണ്, കാരുണ്യത്തിൻ്റെയാണ്, അതുപോലെ നല്ല ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദത്തിൻ്റെയുമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു അലയൊലി എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയാണ്, ആത്യന്തികമായിട്ട് സ്നേഹത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവർ വിളിക്കുമ്പോൾ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കും, നമ്മൾ അവിടെ പോകും ഇവിടെ
പോകും. അപ്പം നമ്മൾ അവരോട് വിളിച്ച് പറയും നമുക്ക് ഇന്ന് മറ്റൊരു കാര്യമുണ്ടായിരുന്നു എന്ന്. പക്ഷെ അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇതിലേക്ക് വരാൻ തോന്നുന്നത് ഇതിൻ്റെ പുറകിലുള്ള മഹത്തായിട്ടുള്ള ആശയം മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ സാധിച്ചതിലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുമുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ പ്രവാചകൻ്റെ ഓരോ വാക്കും ഓരോ വചനവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അത് ഒരു ജാതി മതം എന്നുള്ളതല്ല, നല്ല വാക്ക് ആര് പറഞ്ഞാലും അംഗീകരിക്കണം എന്നുള്ളതാണ്. ഏത് മതമാണ് നമ്മളോട് തെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരാളെ ദ്രോഹിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അവനെ പോയി ദ്രോഹിക്കണമെന്ന് ഒരു മതവും നമ്മളോട് പറഞ്ഞിട്ടില്ല, ഒരു പ്രവാചകനും നമ്മളോട് പറഞ്ഞിട്ടില്ല. പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ സഹജീവികളോട് ഏറ്റവും അന്തസ്സോടുകൂടി ഇടപെടാൻ മാത്രമേ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ മതവും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഒരു മതവും നമ്മളോട് പറഞ്ഞിട്ട് മറ്റൊരുത്തനെ പോയി കുത്തിക്കൊല്ലണം, മറ്റൊരുത്തന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഒരാളെ കരുതേച്ച് കാണിച്ച് നമുക്ക് വലുതാവണം, ഇതൊന്നും ഒരു മതവും നമ്മളോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നമ്മളോട് സ്നേഹിക്കാനാണ്. അതുതന്നെയാണ് പ്രവാചകനും അടിവരയിട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, നമുക്കത് കഴിയുമെങ്കിൽ. നമ്മുടെ വിശപ്പടക്കി നമ്മൾ ഇരിക്കുകയാണ്, ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ ആഹാരം അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് ആ ഭക്ഷണം എടുത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു, ആ കുട്ടിക്ക് പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, ആ കുട്ടിയെ സഹായിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കണം. അങ്ങനെ പരസ്പര സാഹോദര്യത്തിലൂടെ, പരസ്പര സഹായത്തിലൂടെ, പരസ്പര സഹകരണത്തിലൂടെ മാത്രമേ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ആ പൂർണ്ണതയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സ് നിർമ്മലമായിരിക്കുക എന്നുള്ളതാണ്, ഹൃദയം ദുഷിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും ഈ സമൂഹത്തിൽ സാധിക്കില്ല. അത് സംഘപരിവാർ സംഘടനകൾക്കായിക്കൊള്ളട്ടെ, ഭരണകൂടങ്ങൾക്കായിക്കൊള്ളട്ടെ, നമ്മളെ സമ്പത്തും അധികാരവും ഒക്കെ ഉള്ള ആളുകൾക്കായിക്കൊള്ളട്ടെ, നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ നമുക്ക് വലിയ ആത്മവിശ്വാസം നമുക്ക് വരും. 10,000 പേർ നമ്മുടെ മുന്നിൽ നിരന്ന് നിന്നാലും നമുക്ക് പറയാനുള്ള കാര്യം ആ 10,000 ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും നമുക്ക് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയും. കാരണം നമ്മുടെ മനസ്സിൽ വേറെ ഹിഡൻ അജണ്ടകളില്ല, രഹസ്യമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന അജണ്ടകളില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയ്ക്കും അജണ്ടകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കും മാനുഷിക സാഹോദര്യവും മാനുഷിക നന്മയും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സൗഹൃദ സംഗമം ഒരു വിജയത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചത്. ഇനി ഒട്ടനവധി ആളുകൾ ഈ വേദിയിൽ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം, എന്നേക്കാൾ പ്രായം കൊണ്ട് മുതിർന്ന ആളുകൾ വേദിയിലുണ്ടെങ്കിൽ, സദസ്സിലുണ്ടെങ്കിൽ അവരോടൊക്കെ അനുവാദം ചോദിച്ചുകൊണ്ട് ഈ സൗഹൃദ സംഗമത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.